കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പോൾ നമ്മൾ 19 കഴിഞ്ഞു. അപ്പോൾ അതിലെന്താ പറഞ്ഞ, നമ്മൾ ഈ ക്രൗഞ്ചദ്വീപത്തിൻ്റെ ആണ് പറഞ്ഞ, അതിന് പാലുകൊണ്ട് 16 ലക്ഷം യോജന വിസ്താരമുണ്ട്. ക്ഷീരം സമുദ്രമാണ്, പാലാണ് സമുദ്രം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം. ജംബുദ്വീപ് ലവണ സമുദ്രം, അതിൻ്റെ ഇരട്ടി വലിപ്പം പ്ലക്ഷം കരിമ്പുരസം സമുദ്രം, അതിൻ്റെ ഇരട്ടി വലിപ്പമാണ് ശാൽമലം, അത് സുരാസമുദ്രം അതായത് മധ്യസമുദ്രം, അതിൻ്റെ ഇരട്ടി വലിപ്പം കുശം, അത് നെയ്ക്കടലുകൊണ്ട് ചുറ്റിയതാണ് അല്ലേ, കുശദ്വീപം. അതിൻ്റെ ഇരട്ടി വലിപ്പം ക്രൗഞ്ചദ്വീപം പാൽക്കടലാൽ ചുറ്റിയിരിക്കുന്നു എന്ന് വരെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് 20 ചെയ്യാം. യോസൗ ഗുഹ പ്രഹരണോന്മഥിത നിദംബ കുഞ്ചോബി ക്ഷീരോദേനാസിച്യമാനോ ഭഗവത വരുണേനാഭിഗുപ്തോ വിഭയോ ബഭൂവ എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ യഹ അസൗ, ഏതൊരു ഈ ക്രൗഞ്ചപർവ്വതം ഉണ്ടാവുകൊണ്ടാണ് ആ ക്രൗഞ്ചദ്വീപ് എന്ന് പേര് വന്നെന്ന് പറഞ്ഞല്ലോ. ഗുഹപ്രഹരണോന്മഥിത നിദംബ കുഞ്ച അഭി, അതായത് ഗുഹൻച സുബ്രഹ്മണ്യസ്വാമിയുടെ ആയുധത്താൽ തല്ലിത്തകർക്കപ്പെട്ട മധ്യഭാഗത്തോടും പിന്നെ വൃക്ഷങ്ങളോടും കൂടിയതായി ഭവിച്ചുവെങ്കിലും ഈ പർവ്വതത്തിന്റെ മധ്യഭാഗം സുബ്രഹ്മണ്യസ്വാമിയുടെ ആയുധം കൊണ്ട് തല്ലി തകർത്തു. അപ്പോൾ കുറെ അവിടുത്തെ ആ പർവ്വതത്തെ മരങ്ങളും ഒക്കെ തല്ലി തകർക്കപ്പെട്ടു. ക്ഷീരോദേന ആസിച്യമാന, ഈ ക്ഷീരസാഗരം കൊണ്ട് എപ്പോഴും നനയ്ക്കപ്പെടുന്നുണ്ട് ഈ ക്രൗഞ്ചപർവ്വതേ. വരുണേന ഭഗവത, വരുണ ഭഗവാനാൽ അഭിഗുപ്ത വിജയ ബഭൂവ. ഇങ്ങനെ സുബ്രഹ്മണ്യസ്വാമിയുടെ ആയുധം കൊണ്ട് മർദ്ദിക്കപ്പെട്ടിട്ട് പോലും ക്ഷീരോദധി, അതായത് ക്ഷീരസാഗരത്താൽ നനയ്ക്കപ്പെട്ടുകൊണ്ടും വരുണ ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും പേടിയില്ലാതെ ക്രൗഞ്ചദ്വീപത്തെ ആൾക്കാർ ജീവിച്ചു എന്ന്. ഇതിനു മുമ്പ് സുബ്രഹ്മണ്യസ്വാമിയുടെ ആയുധം കൊണ്ട് ക്രൗഞ്ചപർവ്വതവും അതിലത്തെ മരങ്ങളും ഒക്കെ കുറെ തകർക്കപ്പെട്ടു എങ്കിൽ പോലും നാലുപുറം ഈ പിന്നെ ക്രൗഞ്ചദ്വീപിന്റെ നാലുപുറം പാലാണല്ലോ, പാലാഴിയാണല്ലോ, അല്ലെങ്കിൽ ക്ഷീരസാഗരാണല്ലോ. അപ്പൊ ആ ക്ഷീരസാഗരത്തിൽ നിന്ന് നനയ്ക്കപ്പെട്ടും പിന്നെ വരുണൻ സമുദ്രത്തിന്റെ നാഥനാണല്ലോ, വരുണാൽ രക്ഷിക്കപ്പെട്ടും നിർഭയമായിട്ടിരുന്നു ക്രൗഞ്ചദ്വീപത്തെ ആൾക്കാർ. ഓക്കെ, അപ്പോൾ 20 വായിച്ചിട്ട് 21 പോവാം. യോസൗ ഗുഹപ്രഹരണോന്മഥിത നിദംബ കുഞ്ചോബി, അങ്ങനെ മർദ്ദിക്കപ്പെട്ടതാണെങ്കിൽ പോലും ക്ഷീരോദേനാസിച്യമാനോ, അതായത് പാലിനാൽ നനയ്ക്കപ്പെട്ടുകൊണ്ട് ഭഗവത വരുണേനാഭിഗുപ്തോ, വരുണ ദേവനാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് വിജയോ ബഭൂവ, സുഖമായിട്ട് നന്നായിട്ടുള്ള ഒരു ദ്വീപ് തന്നെയായിരുന്നു. ഈ 21 നമുക്ക് ചെയ്യാം. അപ്പോൾ 21, അതെ. തസ്മിൻ അഭി പ്രയവ്രതോ ഘൃതപൃഷ്ഠോ നാമാധിപതി, ഇപ്പോഴും പ്രിയവ്രതന്റെ മകൻ തന്നെയാട്ടോ. സേ ദ്വീപേ വർഷാണി സപ്ത വിഭജ്യ തേഷു പുത്രനാമസു സപ്തരിക്താദാൻ വർഷപാന്നിവേശ്യ സ്വയം ഭഗവാൻ ഭഗവത പരമകല്യാണ യശസ ആത്മഭൂതസ്യ ഹരേ ശരണാരവിന്ദം ഉപജഗാമ. അപ്പോൾ ഇവിടെ അതെ പ്രിയവ്രതന്റെ വേറൊരു പുത്രൻ, അതാണ് ഇതിൽ പറഞ്ഞത് അല്ലേ. തസ്മിൻ അബി, ആ ദ്വീപിലും പ്രയവ്രത ചാൽ പ്രിയവ്രതന്റെ പുത്രനായ ഘൃതപൃഷ്ഠ നാമ അധിപതി, ഘൃതപൃഷ്ഠനാണ് ഇവിടുത്തെ അധിപതി. അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ ദ്വീപിൽ സ്വേ ദ്വീപേ സപ്തവർഷാണി വിഭജ്യ, ഇനി അതേപോലെ മറ്റേ ദ്വീപുകളെ പോലെ 7 വിഭജിച്ചിട്ട് പുത്രാനാമസു തേഷു, പുത്രന്മാരുടെ പേരുള്ള ആ ഭൂമിക്ക് രിക്താദാൻ സപ്തേ, സ്വത്തിന്റെ അവകാശികളായിട്ടുള്ള പുത്രന്മാരെ ഏൽപ്പിച്ച് വർഷപാൻ നിവേശ്യ, വർഷപാലകന്മാർക്കായി നിയമിച്ച് അവർക്കൊക്കെ കൊടുത്തു. ആ 7 മക്കൾക്ക് സ്വയം ഭഗവാൻ സ്വന്തം ഭഗവാനുമായ അദ്ദേഹം, വളരെ മഹാനുഭാവനായ അദ്ദേഹം പരമകല്യാണ യശസ, സർവത്തിൻ്റെയും അതായത് ഭഗവാന്റെ സർവ സുമംഗല കീർത്തി എഴുന്നവനായിട്ടുള്ള ഭഗവാനായ ശ്രീഹരിയുടെ പാദാരവിന്ദത്തെ ശരണം, മീൻസ് അദ്ദേഹം വാനപ്രസ്ഥം ചെയ്തു ഭഗവാനെ ഭജിച്ചുകൊണ്ട്. ഈ പ്രിയവ്രതന്റെ
മകനായിട്ടുള്ള ഘൃതപൃഷ്ഠനും 7 മക്കളെ 7 ഖണ്ഡാക്കി വിഭജിച്ചിട്ടുള്ള ഈ ക്രൗഞ്ചദ്വീപ് നൽകിയിട്ട് അവനവൻ വാനപ്രസ്ഥത്തിന് പോയി. ബാക്കിയുള്ള മക്കളെ പോലെ തന്നെ. അത്രയേ ഉള്ളൂ ഇതില്. ഇനി നമുക്ക് 21 വായിച്ച് 22ലേക്ക് പോവാം. തസ്മിൻ അപി പ്രയവ്രതോ ഘൃതപൃഷ്ടോ നാമാധിപതി സ്വേ ദ്വീപേ വർഷാണി സപ്ത വിഭജ്യ തേഷു പുത്രനാമസു സപ്തരിക്താദാൻ വർഷവാൻ നിവേശ്യ സ്വയം ഭഗവാൻ ഭഗവത പരമകല്യാണയശസ ആത്മഭൂതസ്യ ഹരേ ശരണാരവിന്ദം ഉപജഗാമ. അതും കഴിഞ്ഞു. അപ്പൊ നമുക്കിനി 22 നമുക്ക് വായിക്കാം. ആമോ മധുരുഹോ മേഘപൃഷ്ഠ സുധാമാഭ്രാജിഷ്ഠോ ലോഹിതാർണോ വനസ്പതിരിതി ഘൃതപൃഷ്ഠസുതാസ്തേഷാം വർഷഗിരയ സപ്തസപ്തൈവ നദ്യശ്ചാഭിഖ്യാതാ ശുക്ലോ വർദ്ധമാനോ ഭോജന ഉപബർഹിണോ നന്ദോ നന്ദന സർവതോഭദ്ര ഇതി അഭയ അമൃതൗഖം ആര്യക തീർത്ഥവതി രൂപവതി പവിത്രവതി ശുക്ലേതി. ഇതൊക്കെ പേരുകളൊക്കെ ഇതുപോലെ പർവ്വതങ്ങളുടെയും നദികളുടെയൊക്കെ പേര് പറയണതാണ്. അതെന്താന്ന് വെച്ചാല് ആമോ മധുരുഹോ മേഘപൃഷ്ട സുധാമ ഭ്രാജിഷ്ടോ ലോഹിതാർണോ വനസ്പതിരിതി ഘൃതപൃഷ്ട സുതാസ്തേഷ. അതായത് ആമൻ, മധുരുഹൻ, മേഘപൃഷ്ടൻ, സുധാമാവ്, ഭ്രാജിഷ്ടൻ, ലോഹിതാർണൻ, വനസ്പതി എന്നിവരുടെ എന്നാണ് പുത്രന്മാരുടെ പേര് ഘൃതപൃഷ്ടന്റെ. തേഷാം വർഷഗിരയ സപ്ത. ഏതൊക്കെ 7 വർഷങ്ങളാണ്? ശുക്ലം, വർദ്ധമാനം, ഭോജനം, ഉപബർഹണം, നന്ദം, നന്ദനം, സർവതോഭദ്രം എന്നുള്ള 7 വർഷങ്ങള് 7 പർവ്വതങ്ങളുണ്ട് അവിടെ. പിന്നെ നദികളോ അഭയ, അമൃതൗഖ, ആര്യക, തീർത്ഥവതി, വൃത്തി രൂപവതി, പവിത്രവതി, ശുക്ല. 7 മക്കള് പേര് പറഞ്ഞു ആദ്യം. പിന്നെ 7 പർവ്വതങ്ങളിലെ 7 നദികളുടെ ഏലത്തെ ക്രൗഞ്ച പർവ്വതത്തെ. ആമു മധുരുഹോ മേഘപൃഷ്ട സുധാമ ഭ്രാജിഷ്ഠോ ലോഹിതാർണോ വനസ്പതിരിതി ഘൃതപൃഷ്ട സുതാസ്തേഷാം വർഷഗിരയ സപ്തസപ്തൈവ നദ്യശ്ചാഭിഖ്യാതാ ശുക്ലോ വർദ്ധമാനോ ഭോജന ഉപബർഹണോ നന്ദോ നന്ദന സവിതോർഭദ്ര സർവതോഭദ്ര ഇതി അഭയ അമൃതൗഖ ആര്യക തീർത്ഥവതി വൃത്തിരൂപവതി പവിത്രവതി ശുക്ലേതി. എല്ലാം 7 വീതം പേര് പറഞ്ഞു. ഇനി 23 നമുക്ക് വായിക്കാം. ഇത് വെറുതെ വായിക്കുന്നതന്നെ വേണ്ടു ശരിക്ക്. യാസാമംഭ പവിത്രം അമലമുപയുഞ്ജാന പുരുഷ ഋഷഭദ്രവിണ ദേവക സംജ്ഞ വർഷപുരുഷ ആപോമയം ദേവമപാംപൂർണേന അഞ്ജലിന യജന്തേ. എന്താണ് ഈ നദികളിലത്തെ? അതായത് യാസാം പവിത്ര പരിശുദ്ധവും അമലം നിർമ്മലവും ആയിട്ടുള്ള അംഭസ് ഈ ജലത്തെ ഉപയോഗിക്കുന്നവർ, അതായത് ഈ പറഞ്ഞ നദികളിലത്തെ ജലം ഉപയോഗിക്കുന്നവര് ആപോമയം ദേവം, അതായത് ജലാത്മകനായ ദേവനെ അപാംപൂർണേന അഞ്ജലിന എന്നിട്ട് ജലം നിറച്ച അഞ്ജലി കൊണ്ട് സേവിക്കുന്നു. ഈ ജലം കൊണ്ട് സ്വന്തം ശുദ്ധീകരിച്ച് ജലദേവനെ ഭജിക്കുന്നുണ്ട് ഈ ദ്വീപിലത്തെ ആൾക്കാര്. അതായത് ഈ നദികളുടെ പരിശുദ്ധമായിട്ടുള്ള നിർമ്മല ജലത്തെ ഉപയോഗിച്ച് അവര് തന്നെ ശുദ്ധിയാക്കും. എന്നിട്ട് പിന്നെ അവരുടെ 4 ആൾക്കാരുണ്ട്, ഋഷഭന്മാര്, 4 വർണ്ണങ്ങളെ. പിന്നെ അതായത് പുരുഷന്മാർ, ഋഷഭന്മാർ, ദ്രവിണന്മാർ, ദേവകന്മാർ, ഇങ്ങനെയുള്ള 4 വർണ്ണങ്ങളിലുള്ള ആൾക്കാരും ജലസ്വരൂപനായിട്ടുള്ള ദേവനെ ജലം നിറച്ച ഈ മന്ത്രം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ഈ മന്ത്രം 23 കഴിഞ്ഞ് 24. യാസാമംഭ പവിത്രം അമലമുപയുഞ്ജാന പുരുഷ ഋഷഭ ദ്രവീണ ദേവക സംജ്ഞ 4 വർണ്ണങ്ങൾ. വർഷപുരുഷ ആപോമയം ദേവം അപാംപൂർണേന അഞ്ജലിന യജന്തേ. ജലദേവനെയാണ്. എല്ലാ ദ്വീപിലും ഒരുപോലെയാണ്. ഇനി എന്ത് മന്ത്രമാണ്? ഇതാണ് മന്ത്രം 24. ആപ പുരുഷവീര്യ സ്ഥ പുനന്തീർ ഭൂർഭുവ സുവ ത ന പുനീതാമിവഗ്നി സ്പൃശതാമാത്മന ഇവ ആത്മന ഭുവ ഇതി. അതാണ് മന്ത്രം. എന്താണ് മന്ത്രം? ആപഹ ജലദേവതമാരെ, നിങ്ങൾ പുരുഷവീര്യ മഹാപുരുഷനായ ഭഗവാനിൽ നിന്ന് സംഭവിച്ച വീര്യത്തോടു കൂടിയവരാണ് അവര്. സ്ഥ ആകുന്നു. ഭൂഭുവ
അതായത് ഭൂലോക, ഭുവർലോക, സുവർലോകം. അതായത് ഭൂലോകം, ഭുവർലോകം, സ്വർലോകം മൂന്നിനേതും പുനന്തി പവിത്രീകരിക്കുന്നവയും ആത്മന സ്വഭാവേന അമീവഗ്നി പാപങ്ങളെ നിഹനിക്കുന്നവയും ആയ ആ നിങ്ങൾ സ്പൃതാം നിങ്ങളെ സ്പർശിക്കുന്ന ഞങ്ങളുടെ ഭുവ ശരീരങ്ങളെ പുനീത ശുദ്ധീകരിക്കുവിൻ എന്നിങ്ങനെ ജലദേവതോപാസനാ മന്ത്രമാണ് അവര് ഭജിക്കണത്. ജലദേവതയെ ഭജിക്കുകയാണ്. എന്താ പറയണത് ജലദേവതോടെ? ഹേ, നിങ്ങള് ഭഗവാന്റെ വീര്യം ഉള്ളവരാണല്ലോ. അതുകൊണ്ട് ഈ ഭൂലോകത്തിലത്തെ ഭുവർലോകം വെച്ചാൽ ഈ സ്വർഗത്തിനും ഭൂമിക്ക് ഇടയ്ക്കുള്ള ലോകമാണ് കേട്ടോ. ഭൂലോകവും ഭുവർലോകവും സ്വർലോകത്തിനെ മുഴുവൻ പവിത്രീകരിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട്. അത്ര കഴിവുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ പാപങ്ങളെ ഹനിക്കാൻ കഴിവുള്ളതുമാണ് നിങ്ങളത്തെ ജലങ്ങള്, ഈ നദികളിലത്തെ ജലങ്ങൾ. അതുകൊണ്ട് ജലദേവതമാരെ നിങ്ങളെ ഇപ്പൊ ഞങ്ങൾ തൊടുന്നുണ്ടല്ലോ, സ്പർശിക്കണ്ടല്ലോ, ആ ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രം ചൊല്ലിയിട്ടാണ് ഈ ക്രൗഞ്ചദ്വീപിലത്തെ 4 വർണ്ണങ്ങളിലുള്ള ആൾക്കാര് ജലദേവതയെ ഉപാസിച്ചത്. ആപഹ പുരുഷവീര്യാസ്ഥ പുനന്തീർ ഭൂർഭുവ സുവ, ഭൂർ സ്വർഗം, ഈ 3 ലോകം. താന്ന പുനീതാം ഈ അഗ്നിഹി, അതായത് ശുദ്ധീകരിക്കും, പാപങ്ങളെ നീക്കും. സ്പൃശതരമാത്മനാഭുവ, ഈ തൊടുന്ന ഞങ്ങളെയും ശുദ്ധീകരിക്കൂ എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് 25 ചെയ്യാം. 25 ഏവം പുരസ്താദ് ക്ഷീരോദാത് പരിത ഉപവേശിത ശാഖദ്വീപോ ദ്വാത്രിംശല്ലക്ഷയോജനായാമ സമാനേന ച ദധിമണ്ഡോദേന പരിവേഷ്ടിത യസ്മിൻ ശാഖോ നാമ മഹീരുഹ സ്വക്ഷേത്രവ്യപദേശകോ യസ്യ ഹേ മഹാസുരഭിഗന്ധസ്ഥം ദ്വീപം അനുവാസയതി. ഇനി നമുക്ക് അടുത്ത ദ്വീപിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ്? ഏവം ക്ഷീരോദാത് പുരസ്താത്. ഇങ്ങനെ ക്രൗഞ്ചദ്വീപ് പാൽക്കടലാൽ ചുറ്റപ്പെട്ടു എന്ന് പറഞ്ഞുവല്ലോ. അതിന്റെ അപ്പുറത്ത് 32 അതായത് 32 ദശലക്ഷം യോജന, 16ന്റെ ഇരട്ടി, എല്ലാറ്റിന്റെ ഇരട്ടിയാണല്ലോ. അപ്പൊ ക്രൗഞ്ചദ്വീപം 16 ലക്ഷം യോജനയാണ് വിസ്താരം. ഇതിന്റെ ഇനി അടുത്ത് വരാൻ പോണേന്റെ പാൽക്കടൽ കഴിഞ്ഞതിന് ശേഷമുള്ളത് 32 ദശലക്ഷ യോജന പരന്ന ശാഖദ്വീപം. ഇനി അടുത്ത ദ്വീപത്തിന്റെ ക്രൗഞ്ചം കഴിഞ്ഞാൽ ശാഖദ്വീപാണ്. ആ ശാഖദ്വീപം മണ്ഡോദേന പരിപതിതാഹ. എന്തുകൊണ്ടാണ്? തൈര് കടലാണ്. തൈര് കടൽ കൊണ്ടാണ് ഈ ശാഖം എന്ന ദ്വീപ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. പാൽക്കടലായിരുന്നല്ലോ ക്രൗഞ്ചത്തിന്. ഈ ശാഖം ചുറ്റപ്പെട്ടിരിക്കുന്നത് തൈര് കടൽ കൊണ്ടാണ്. ആയതിൽ പിന്നെ അതില് യസ്മിൻ ശാഖ നാമ മഹീരുഹ, ആയതില് ശാഖം എന്ന് പേരായിട്ടുള്ള ഒരു വലിയ വൃക്ഷം ഉണ്ട്. ക്രൗഞ്ചത്തിൽ എന്തായിരുന്നു? ക്രൗഞ്ചം എന്ന് പറഞ്ഞൊരു പർവ്വതമായിരുന്നു അല്ലേ. ഇതില് ശാഖം എന്ന് പറഞ്ഞിട്ടൊരു വൃക്ഷമാണ്. അതുകൊണ്ടാണ് സ്വക്ഷേത്ര വ്യപദേശക, ആ ദ്വീപിന് പേരിന് കാരണം ശാഖം എന്നുള്ള വൃക്ഷം ഉണ്ടാവുകൊണ്ട് ശാഖദ്വീപ്. തസ്യഹ മഹാസുരഭിഗന്ധ, അതിന്റെ അതി സുഗന്ധം തം ദ്വീപം അനുവാസയന്തി, ആ ദ്വീപിനെ ആകെ വാസനിപ്പിക്കുന്നു. വല്ല വാസനയുള്ള ദ്വീപാണ്. കാരണം ഈ ശാഖം എന്നുള്ള വൃക്ഷം ഉണ്ടല്ലോ, അതിന് നല്ല വാസനയാണ്. അത് കാരണം ഹോൾ ദ്വീപ് വാസന ഉള്ളതാണ് ശാഖദ്വീപം. ആൻഡ് ശാഖദ്വീപം ചുറ്റപ്പെട്ടിരിക്കുന്നത് തൈര് കടലാണ് കേട്ടോ. അപ്പോ നമ്മള് ക്രൗഞ്ചം കഴിഞ്ഞ് നെക്സ്റ്റ് ദ്വീപിലേക്ക് എത്തി. ശാഖം ഇരട്ടിയുണ്ട്, 32 ലക്ഷം യോജനയുണ്ട്, ചുറ്റപ്പെട്ടത് തൈര് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങുമ്പോൾ ജംബൂദ്വീപ് ലവണ സമുദ്രം, പ്ലക്ഷം കരിമ്പു രസം കൊണ്ടുള്ള സമുദ്രം, ശാൽമലം സുരാസമുദ്രം, കുശം നെയ്ക്കടല് അല്ലെ, ഘൃതം നെയ്യുണ്ട്, ക്രൗഞ്ചം പാൽക്കടല്, ശാഖം തൈര് കടല്. അത്ര എത്തി. ഇപ്പൊ നമ്മൾ
5 വായിക്കാം. ഏവം പുരസ്താത് ക്ഷീരോദാത് പരിതഃ ഉപവേശിത ശാഖദ്വീപോ 32 ലക്ഷയോജനായാമ. അത് 32 ലക്ഷം. സമാനേന ച ദധിമണ്ഡോദേന പരീതോ യസ്മിൻ ശാഖോ നാമ മഹീരുഹ സ്വക്ഷേത്ര വ്യപദേശകോ യസ്യഃ മഹാസുരഭിഗന്ധസ്ഥം. ഭയങ്കര വളരെ നല്ല സുഗന്ധം പരത്തുന്നൊരു വൃക്ഷമാണ് ശാഖയും. ദ്വീപം അനുവാസയതി. എല്ലാ ദ്വീപ് മുഴുവൻ വാസനയാണെന്ന്. ഇനി 26. തസ്യാപി പ്രയവ്രത ഏവാധിപതി നാംന മേധാതിഥി സോപി വിഭജ്യ 7 വർഷാണി പുത്രനാമാനി തേഷു സ്വാത്മജാൻ പുരോജവ മനോജവ പവമാന ധൂമ്രാനീക ചിത്രരേഭ ബഹുരൂപ വിശ്വധാര അങ്ങനെയാണ്. ബഹുരൂപ വിശ്വധാര സംജ്ഞാൻ നിധായാധിപതീൻ സ്വയം ഭഗവത്യനന്ത ആവേശിത മതിസ്തപോവനം പ്രവേശ. എന്താറിയോ, ഇതില് സെയിം തിങ് തന്നെയാണ്. പ്രിയവ്രതന്റെ വേറൊരു മകൻ. തസ്യാഭി അധിപതി. ആ ദ്വീപിന്റെ അധിപതി ആരാണ്? പ്രയവ്രത ഏവ. പ്രിയവ്രതന്റെ തന്നെ ഒരു പുത്രനായിരുന്ന നാംന മേധാതിഥി എന്നാണ് പേര്. അദ്ദേഹമാകട്ടെ ആ ദ്വീപിനെ 7 പുത്രന്മാർക്ക് 7 ഖണ്ഡങ്ങളായി വിഭജിച്ചു കൊടുത്തു. പുത്രനാമാനി 7 വർഷാണി വിഭജ്യ തേഷു സ്വാത്മജൻ. അവയോരോന്നിലും എന്താ പുത്രന്മാരുടെ പേര്? പുരോജവൻ, മനോജവൻ, പവമാനൻ, ധൂമ്രാനീകൻ, ചിത്രരേഭൻ, ബഹുരൂപൻ, വിദ്യാധരൻ. ഇങ്ങനെ 7 പേരുകളുള്ള ആൾക്കാർക്ക് 7 ഭാഗിച്ചു കൊടുത്തു. ഏത്? ശാഖദ്വീപം. മറ്റെല്ലാ ദ്വീപുകളെ പോലെ തന്നെ പ്രിയവ്രതന്റെ വേറൊരു മകൻ, ആ മകന്റെ 7 മക്കൾക്ക് ഇത് വീതിച്ചു കൊടുത്ത് വാനപ്രസ്ഥത്തിന് പോയി. അപ്പോ 26. തസ്യാപി പ്രയവ്രത ഏവാധിപതി നാംന മേധാതിഥി എന്നാണ് മകന്റെ പേര് കേട്ടോ. സോബി വിഭജ്യ 7 വർഷാണി പുത്രാനാമാനി തേഷു സ്വാത്മജാൻ. എന്തൊക്കെയാണ്? പുരോജവ, മനോജവ, പവമാന, ധൂമ്രാനീക, ചിത്രരേഭ, ബഹുരൂപ, വിശ്വധാരനാണ്, വിദ്യാധാരനല്ല, വിശ്വധാര സംജ്ഞാൻ. ആ പേരുകളോട് കൂടിയിട്ടുള്ള നിധായാധിപതീൻ സ്വയം ഭഗവത്യനന്ത ആവേശിത അതിതപോവനം പ്രവേശ. ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് തന്നെ വാനപ്രസ്ഥത്തിന് പോയിന്ന്. 25. 27. ഏതേഷാം വർഷമര്യാദാഗിരയോ നദ്യശ്ച സപ്തസപ്തൈവ ഈശാന ഉരുശൃംഗോ ബലഭദ്ര ശതകേസര സഹസ്രശ്രോതോ ദേവപാലോ മഹാനസ ഇതി അനഘായുർദ ഉഭയസ്പൃഷ്ടിരപരാജിത പഞ്ചപതി സഹസ്രസുർദിർ നിജധൃതി. ഇനി 7 പർവ്വതങ്ങളുടെ 7 നദികളുടെയും പേര് പറയണ ഇതിലത്തെ ശാഖദ്വീപിലത്തെ. ഈശാനൻ, ഉരുശൃംഗൻ, ബലഭദ്രൻ, ശതകേസരൻ, സഹസ്രശ്രോതസ്, ദേവപാലൻ, മഹാനസൻ. അതാണ് പർവ്വതങ്ങളെ 7. പിന്നെയോ എന്തൊക്കെയാണ്? നദികള് അനഘ, ആയുർദ, ഉഭയസ്പൃഷ്ടി, അപരാജിത, പഞ്ചപതി, സഹസ്രശ്രുതി, നിജധൃതി. നദികളുടെ പേര്. ഓക്കെ. അപ്പൊ 27. ഏതേഷാം വിഷമര്യാദാഗിരയോ നദ്യശ്ച സപ്തസപ്തൈവ ഈശാന ഉരുശൃംഗോ ബലഭദ്ര ശതകേസര സഹസ്രശ്രോക്ര ദേവപാലോ മഹാനസ ഇതി അനഘായുർദ ഉഭയസ്പൃഷ്ടിരപരാജിത പഞ്ചപതി സഹസ്രശ്രുതിർ നിജധൃതി ഇരി. തരണുള്ളൂ. ഇനി നമുക്ക് 28 പോവാം. 28 പോവാട്ടോ. ത്വദ്വർഷ പുരുഷ ഹൃദവ്രത സത്യവ്രത ദാനവ്രത അനുവ്രത നാമാനോ ഭഗവന്തം വായുവാത്മകം പ്രാണായാമ വിധൂത രജസ്തമസ പരമസമാധിന. എന്താ വെച്ചാൽ ഈ 4 വർണ്ണങ്ങള് ആ വർഷങ്ങളിലത്തെ പ്രജകളായിട്ട് ഈ 4 വർണ്ണങ്ങള് ഹൃദവ്രതന്മാർ, സത്യവ്രതന്മാർ, ദാനവ്രതന്മാർ, അനുവ്രതന്മാർ ഇങ്ങനെയുള്ളത് അവര് പ്രാണായാമം കൊണ്ട്
രജോ ഗുണങ്ങളെയും തമോ ഗുണങ്ങളെയും അകറ്റിയിട്ട് പ്രാണായാമം ചെയ്തിട്ടാ, ജലസ്പർശമല്ല. മറ്റേത് വെള്ളം തൊട്ടിട്ടെന്നല്ലേ പറഞ്ഞേ. ഇതിൽ പ്രാണായാമം ചെയ്ത് രജസ്തമോ ഗുണങ്ങളെ അകറ്റിയിട്ട് സർവേശ്വരനെ ഏത് രൂപത്തിലാ? വായു രൂപത്തിൽ ഉപാസിക്കുന്നു. ഇതില് ഈ ശാഖദ്വീപില് വായുവിനെ, ഭഗവാന്റെ വായു രൂപത്തിനെയാണ് ഇവരെ പ്രാർത്ഥിക്കുന്നത് പ്രാണായാമം കൊണ്ട്. പ്രാണായാമം ചെയ്തിട്ടാണ് ഇതിലത്തെ 4 വർണ്ണങ്ങളിലത്തെ പ്രജകള്, കുശദ്വീപിൽ ശാഖദ്വീപിലത്തെ പ്രജകള്, 4 വർണ്ണത്തിലുള്ള പ്രജകള് വായു ഭഗവാനെ, ഭഗവാൻ തന്നെ രൂപമായിട്ടുള്ള വായു ഭഗവാനെ പ്രാണായാമം കൊണ്ട് ഈ മന്ത്രമാണ്. ഈ മന്ത്രം താഴ്ത്ത് പറയുന്നുണ്ട്, അത് ഭജിക്കുക. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. 28 ത്വദ്വർഷ പുരുഷ ഹൃദവ്രത സത്യവ്രത ദാനവ്രതാനുവ്രത നാമാനോ ഭഗവന്തം. 4 വർണ്ണങ്ങളുടെ പേര്. ഭഗവന്തം വായുവാത്മകം, വായുവാത്മകനായിട്ടുള്ള ഭഗവാനെ പ്രാണായാമ വിധൂത രജസ്തമസ, പ്രാണായാമം കൊണ്ട് രജസ്തമോ ഗുണങ്ങളെ അകറ്റിയിട്ട് സത്വഗുണപ്രധാനികളായിട്ട് പരമസമാധിനം യജന്തെ, അങ്ങനെ വായു ഭഗവാനെ ഭജിക്കുന്നു. എന്താണ് മന്ത്രം? അന്തഃപ്രവിശ്യ ഭൂതാനി യോ ബിഭർത്യാത്മകേതുഭി അന്തര്യാമീശ്വര സാക്ഷാൽ പാതുനോ യദ്വശേ സ്ഫുടം. ഇത് പറഞ്ഞിട്ടാണ് ഈ മന്ത്രം. എന്താണ്? യാതൊരുവൻ, വായുവിനെ പ്രാർത്ഥിക്കട്ടോ, വായു ഭഗവാനെ, യാതൊരുവൻ അന്തർഭാഗത്തിൽ പ്രവേശിച്ച്, വായു അങ്ങനെയല്ലേ നമ്മുടെ ഉള്ളില്, ആത്മകേതുഭി തന്റെ പ്രാണൻ അപാനൻ മുതലായിട്ടുള്ള അപാനൻ അല്ലെ, നമുക്ക് പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ അല്ല ഉദാനൻ സമാനൻ അല്ലെ, അങ്ങനത്തെ വൃത്തിഭേദങ്ങളിൽ ഭൂതാനി ചരാചരങ്ങളെ ഭരിക്കുന്നുവോ ബിഭർത്തി, യദ്വശേ യാതൊരാളുടെ അധീനതയിൽ സ്ഫുടം വ്യക്തമായും ഇതം ഈ വിശ്വം വർത്തിക്കുന്നുവോ. അതായത് പ്രാണനില്ലാണ്ട് ഈ വിശ്വമില്ലല്ലോ, പ്രാണവായു ഇല്ലാതെ ഈ ലോകമില്ല. ആ അന്തര്യാമിയായ സാക്ഷാത് ഈശ്വര മഹാപാതു, ഞങ്ങളെ പാലിക്കട്ടെ. അതാണ് വായു ഭഗവാനുള്ള പ്രാർത്ഥന. അതാണ് യാതൊരുവൻ നമ്മുടെ എല്ലാവരുടെയും അകത്ത് പ്രവേശിച്ചിട്ട് ഈ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നീ എല്ലാ പ്രാണങ്ങളുടെയും പ്രവൃത്തികളെല്ലാം ദേഹത്തിൽ ചെയ്തിട്ട് എല്ലാ ചരാചരങ്ങളെയും ഭരിച്ചും കൊണ്ട് നടക്കണ ഒരു പ്രാണവായു അല്ലേ. ആ പ്രാണവായു ഏതാളെ വളരെ ഈ ആരുടെ അധീനതയിലാണ്? ഈ വായു ഭഗവാന്റെ അധീനതയിലാണല്ലോ അതൊക്കെ. ഈ വിശ്വം മുഴുവൻ വർത്തിക്കുന്നത് ആ അന്തര്യാമിയായിട്ടുള്ള വായു ഭഗവാന്, സാക്ഷാൽ ഈശ്വരൻ ഞങ്ങളെ പാലിക്കട്ടെ. പാതു എന്നാണ്, ഞങ്ങളെ കാത്തുരക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടാണ് ഈ ശാഖദ്വീപിലത്തെ പ്രജകള് വായു ഭഗവാനെ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞ് നമുക്ക് ഇനി ഒന്നും കൂടി ഉള്ളൂ. അത് നമുക്ക് നാളെ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പൊ സമയമായി 23 മിനിറ്റായി. അപ്പൊ നമുക്ക് ഇനി അടുത്ത അവസാനത്തെ ഒരു ദ്വീപ് നമുക്ക് നാളെ ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു? ജംബൂദ്വീപ് കഴിഞ്ഞു, പ്ലക്ഷം കഴിഞ്ഞു. ജംബൂദ്വീപ് നമ്മൾ വിസ്തരിച്ച് ചെയ്തു, ഭാരതം അതിലാണല്ലോ. ഓരോ വർഷത്തിനും വിസ്തരിച്ച് ചെയ്തൂല്ലേ. ഇത് പിന്നെ നമ്മൾ ജസ്റ്റ് പറഞ്ഞാണ്. ജംബൂദ്വീപ് ചെയ്തു, പ്ലക്ഷം ചെയ്തു, ശാൽമലം ചെയ്തു, കുശം ചെയ്തു, ക്രൗഞ്ചം ചെയ്തു, ശാഖം ചെയ്തു അല്ലെ. ജംബൂദ്വീപത്തിൽ ലവണസമുദ്രം ചുറ്റണത്, പ്ലക്ഷത്തിനെ ചുറ്റണത് കരിമ്പ് രസം, ശാൽമലത്തിനെ ചുറ്റണത് മദ്യം സമുദ്രം, കുശത്തിനെ നെയ്ക്കടൽ, ക്രൗഞ്ചത്തിനെ പാൽക്കടൽ ക്ഷീരസാഗരം, ശാഖത്തിന് തൈര് കടൽ. ഇനി ശുദ്ധജലാണ്. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.